നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഗൗരി തൻ്റെ റൂമിലെത്തി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുന്നിലുള്ള മുടികൾ 2 കൈകൾ കൊണ്ടും കുടഞ്ഞിട്ടു. എന്നിട്ട് തിരിഞ്ഞു മറിഞ്ഞു നോക്കിയ ശേഷം ചീർപ്പുപയോഗിച്ച് മുടി നന്നായി ചീകി ഒതുക്കി മെടഞ്ഞിട്ടു. പിന്നീട് വാഷ്റൂമിൽ പോയി വന്ന് ബാഗ് തുറന്ന് ആ താലിമാല കയ്യിലെടുത്തു. വിരലുകൾ കൊണ്ട് അത് മുറുകെ പിടിച്ച ശേഷം അവൾ സന്തോഷത്തോടെ ടേബിളിന് മുകളിൽ ഇരുന്ന ഫോണിലേക്ക് നോക്കി. താലിമാല മറ്റേ കൈയിലേക്ക് മാറ്റിപ്പിടിച്ച് ഫോൺ കയ്യിലെടുത്ത് സന്തോഷത്തോടെ അതിലേക്ക് നോക്കി. അവളുടെ മനസ്സ് സന്തോഷം കൊണ്ട് വല്ലാതെ തുടിച്ചു. അവൾ ചെന്ന് ബെഡിലിരുന്ന് വലിയ ആവേശത്തോടെ നമ്പർ ഡയൽ ചെയ്തു. ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം കോൾ ബട്ടണിൽ തൊട്ടു. വലിയ സന്തോഷത്തോടെ ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചു. മറുതലയ്ക്കൽ മനു കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷം അടക്കാനായില്ല. അവളുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷാശ്രുക്കൾ പൊഴിയാൻ തുടങ്ങി. തൻ്റെ നിശ്വാസം പോലും മനു കേൾക്കാതിരിക്കാൻ അവൾ ആ താലിമാലയും ചേർത്ത് പിടിച്ച് മൂക്കും വായും പൊത്തിപ്പിടിച്ചു. ഹലോ, ആരാ? ഒന്നും കേൾക്കുന്നില്ല, മനു പറഞ്ഞു. അവൻ്റെ ശബ്ദം അവളുടെ കാതിൽ ഒരു തേൻമഴയായി പൊഴിയുന്നതുപോലെ അവൾക്ക് തോന്നി. ഗൗരി ഒന്നും മിണ്ടാത്തതുകൊണ്ട് മനു വീണ്ടും ചോദിച്ചു, ഹലോ, ആരാ വിളിക്കുന്നത്? ഒന്നും കേൾക്കുന്നില്ല. പെട്ടെന്ന് ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടതും ഗൗരി ഒരു ഞെട്ടലോടെ കോൾ കട്ട് ചെയ്തു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അത് ടേബിളിന് മുകളിൽ കൊണ്ടുപോയി വെച്ചു. ശേഷം ആ താലിമാല ബാഗിലെടുത്ത് വെച്ച് കണ്ണും മുഖവും നന്നായി തുടച്ചതിന് ശേഷം ചെന്ന് ഡോർ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ദേവനെ കണ്ട് അവൾ ചിരിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് പരിഭവം നടിച്ച് അവൾ ചോദിച്ചു, എന്തിനാ വന്നത്? എന്നെ കളിയാക്കാനോ? മുടി മുഴുവനായി മെടഞ്ഞ് മുന്നിലേക്കിട്ട് നിൽക്കുന്ന ഗൗരിയെ കണ്ടപ്പോൾ അവന് പെട്ടെന്ന് ചിരി വന്നു. കളിയാക്കാനോ? എന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് അവൻ റൂമിനുള്ളിലേക്ക് കയറി. നിങ്ങളുടെ മുഖത്ത് തന്നെയുണ്ട് എന്നെ പരിഹസിക്കുന്നത്, ഗൗരി പറഞ്ഞു. ഞാൻ നിന്നെ പരിഹസിക്കാനൊന്നും വന്നതല്ല. നീ AC ഓൺ ചെയ്തോന്ന് നോക്കാൻ വന്നതാ. ഈ സ്വിച്ച് ഓൺ ചെയ്ത് ഇതിൽ എന്ന് ദേവൻ പറഞ്ഞ് AC-യുടെ റിമോട്ട് കയ്യിലെടുത്തതും ഗൗരി പറഞ്ഞു. ഹലോ, എനിക്കൊന്നും അറിയില്ലെന്ന് വിചാരിക്കണ്ട. ഞാൻ തീരെ ഇല്ലാത്ത കുടുംബത്തിലെയൊന്നും അല്ല. ഞാൻ താമസിച്ചിരുന്ന 2 വീട്ടിലും AC ഉണ്ടായിരുന്നു. ഞാൻ കിടന്നിരുന്ന റൂമിൽ മാത്രാ ഇല്ലാതിരുന്നത്. നീ കിടന്നിരുന്നത് റൂമിലാണോ? എനിക്കങ്ങനെ തോന്നിയിരുന്നില്ലല്ലോ. ദേവൻ പറഞ്ഞതും അവളുടെ മുഖം പെട്ടെന്ന് വാടി. അവൾ സങ്കടത്തോടെ തല താഴ്ത്തി നിന്നു. അത് കണ്ടപ്പോൾ ദേവന് അവൻ പറഞ്ഞതിൽ വലിയ കുറ്റബോധം തോന്നി. ഗൗരി, സോറി. നിന്നെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല. ഞാൻ വെറുതെ. ദേവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് പറഞ്ഞു. അവൾ തല താഴ്ത്തി നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കെപ്പോഴും എന്നെ സങ്കടപ്പെടുത്താനാണല്ലോ ഇഷ്ടം. എന്നിട്ട് അവനെ ഒന്ന് നോക്കി വീണ്ടും തല താഴ്ത്തി നിന്നു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, നിനക്ക് മുടി കെട്ടിവെക്കുന്നതിനേക്കാൾ നല്ലത് അഴിച്ചിടുന്നത് തന്നെയാ. എനിക്കതാ ഇഷ്ടം. അങ്ങനെ പറഞ്ഞ് ദേവൻ അവളുടെ മുഖത്തു നിന്ന് കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു. അവൾക്ക് അവൻ്റെ മുഖത്തു നോക്കാൻ മടി തോന്നി. വേഗം ഒരു അസ്വസ്ഥതയോടെ മുഖം തിരിച്ച് അവൾ നിന്നു. അവൻ്റെ നോട്ടത്തിലെ തീക്ഷ്ണത കണ്ടപ്പോൾ ഗൗരിക്ക് വല്ലാതെ അസ്വസ്ഥത തോന്നി. എൻ്റെ സൗകര്യത്തിന് ഞാൻ മുടികെട്ടും, അതിനിപ്പോൾ നിങ്ങൾക്കെന്താ എന്ന് മുഷിഞ്ഞ സ്വരത്തിൽ അവൾ ചോദിച്ചു. ഗൗരിയുടെ ആ മറുപടി കേട്ട് അവനൊന്ന് ചിരിച്ചു. നിനക്ക് ചേരുന്നത് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അവൻ്റെ കണ്ണുകളിൽ അപ്പോഴും ഒരു കുസൃതി ചിരിയുണ്ടായിരുന്നു. അവൻ പതിയെ അവൾക്കടുത്തേക്ക് ഒന്നുകൂടി നീങ്ങി നിന്നു. അവൻ്റെ സാമീപ്യം ഗൗരിയെ വല്ലാതെ അസ്വസ്ഥയാക്കി. അവളുടെ ഹൃദയമിടിപ്പ് കൂടുന്നത് അവൾക്ക് തന്നെ അനുഭവപ്പെട്ടു. നിങ്ങൾ പോകൂ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് അവൾ മുഖം തിരിച്ചു നിന്നു. നീ ദേഷ്യപ്പെടുന്നത് കാണാൻ എനിക്കിഷ്ടാ, പക്ഷേ സങ്കടപ്പെടുന്നത് എനിക്കൊട്ടും സഹിക്കാൻ കഴിയുന്നില്ല എന്ന് അവൻ പറഞ്ഞതും ഒരു ഞെട്ടലോടെ ഗൗരി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരു മന്ദഹാസത്തോടെ ദേവൻ ഗൗരിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഗൗരിക്ക് ദേവൻ്റെ കണ്ണുകളെ നേരിടാൻ ശക്തിയുണ്ടായില്ല. അവൾ പെട്ടെന്ന് മുഖം തിരിച്ചു. അവൻ പതിയെ അവിടുന്ന് നടന്നു നീങ്ങി. അവൾ ചെന്ന് വേഗം ഡോറടച്ച് കുറ്റിയിട്ടു. അവൾ ഡോറടയ്ക്കുന്ന ശബ്ദം കേട്ടതും അവൻ അവിടെ നിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചു. ആ സമയത്താണ് രാമേട്ടൻ രവിയുമായി സംസാരിച്ചു കഴിഞ്ഞ് അകത്തേക്ക് കയറി ഡോറടച്ചു വരുന്നത്. ദേവൻ്റെ മുഖത്തെ കള്ളച്ചിരി കണ്ട് രാമേട്ടന് ചിരി വന്നു. ഭഗവാനെ, എല്ലാം നല്ല രീതിയിലാക്കി തരണേ, രാമേട്ടൻ അവിടെ നിന്ന് മനസ്സിൽ വിചാരിച്ചു. ഗൗരി ഡോറടച്ച് കുറ്റിയിട്ട ശേഷം ബെഡിൽ വന്നിരുന്നു. മഹാദേവ, എന്തിനാ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? ഞാൻ എങ്ങനെ എല്ലാ കാര്യങ്ങളും അയാളോട് തുറന്നു പറയും?
മനുവേട്ടൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്നും എന്നോട് ഇങ്ങനെയൊന്നും പാടില്ലെന്നും ഞാൻ എങ്ങനെ അയാളോട് പറയും? ഇല്ല, നിന്നെ ഇനി ഞാൻ വിളിക്കില്ല. മഹാദേവ മഹാദേവ എന്ന് വിളിച്ച് വിളിച്ച് നീ എന്നെ ഈ മഹാദേവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വിട്ടില്ലേ? നിന്നോട് ഞാൻ പിണക്കാ. അവൾ ആ പിണക്കത്തോടെ കിടന്നു. ദേവൻ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ രാമേട്ടൻ ചെന്ന് ഭാനുവിൻ്റെ റൂമിൻ്റെ ഡോറിൽ മുട്ടി. ഭാനു ഡോർ തുറന്നപ്പോൾ രാമേട്ടൻ ചോദിച്ചു, കഴിച്ചു കഴിഞ്ഞോ ഭാനുക്കുഞ്ഞെ? കഴിഞ്ഞു രാമേട്ട എന്ന് പറഞ്ഞ് ഭാനു കഴിച്ച പ്ലേറ്റ് എടുത്ത് രാമേട്ടന് കൊണ്ടുവന്ന് കൊടുത്തു. രാമേട്ടൻ അതുമായി പോകാൻ തുടങ്ങിയപ്പോൾ ഭാനു ചോദിച്ചു, ദേവൻ്റെ ചിരിയല്ലേ രാമേട്ട കുറച്ചു മുമ്പ് കേട്ടത്? അതേ ഭാനുക്കുഞ്ഞെ, കുഞ്ഞു തന്നെ ചിരിച്ചത്, രാമേട്ടൻ പറഞ്ഞു. അവൻ പഴയ ദേവനാവുന്നുണ്ടല്ലേ രാമേട്ട? ഭാനു ചോദിച്ചു. ഗൗരിമോളുടെ സാന്നിധ്യം കുഞ്ഞിനെ നന്നായി മാറ്റുന്നുണ്ട്. മഹിക്കുഞ്ഞ് മരിച്ചതിന് ശേഷമുള്ള കുഞ്ഞിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്, രാമേട്ടൻ പറഞ്ഞു. ദൈവാനുഗ്രഹമുള്ള കുട്ടിയാ ഗൗരി. അതുകൊണ്ടാ ആ കുട്ടിയുടെ സാന്നിധ്യം ദേവനിൽ പെട്ടെന്ന് മാറ്റം ഉണ്ടാക്കിയത്, ഭാനു പറഞ്ഞു. ശരിയാ ഭാനുക്കുഞ്ഞെ. ഭാനുക്കുഞ്ഞ് കിടന്നോ? ആരെങ്കിലും വന്നാൽ കാണും. ഞാൻ ഇതെല്ലാം കഴുകി വെച്ചിട്ട് കിടക്കാൻ പോവുക എന്ന് പറഞ്ഞ് രാമേട്ടൻ അവിടുന്ന് പോയി. പിറ്റേന്ന് ഗൗരി ഓഫീസിലെത്തിയതിന് ശേഷം ദീപ വന്ന് അവളോട് ചോദിച്ചു, നിന്റെ ഫോൺ എവിടെ? നോക്കട്ടെ. അയ്യോ ചേച്ചി, ഞാനത് എടുക്കാൻ മറന്നുപോയി, ഗൗരി പറഞ്ഞു. സാധാരണ ഫോൺ ആരും എടുക്കാൻ മറക്കാറില്ല, നീ മറന്നോ? ദീപ ചോദിച്ചു. ശീലമില്ലാത്തതുകൊണ്ടാ ചേച്ചി, ഗൗരി പറഞ്ഞു. ശീലമായി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ മറന്നാലും ഫോൺ എടുക്കാൻ മറക്കില്ല. അതാ ഫോണിൻ്റെ പവർ, സ്റ്റെഫി പറഞ്ഞു. ഗൗരിയും ദീപയും തമാശ കേട്ടതുപോലെ ചിരിച്ചു. നാളെ വരുമ്പോൾ മറക്കാതെ കൊണ്ടുപോയോ എന്ന് പറഞ്ഞ് ദീപ അവിടുന്ന് പോയി. ദീപ അവളുടെ സീറ്റിൽ ചെന്നിരുന്ന് വിചാരിച്ചു. ഫോൺ നോക്കിയാൽ അവളുടെ കോണ്ടാക്ട്സിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റുമായിരുന്നു. അപ്പോൾ പിന്നെ കൂടുതൽ തെളിവാവുമായിരുന്നു. സാരല്ല, നാളെ കൊണ്ടുവരുമല്ലോ. രാവിലെ കുറച്ച് പെൻഡിങ് വർക്ക് തീർത്ത ശേഷം ഗൗരി ഫീൽഡിൽ നിന്നുള്ള വർക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യാനായി രാജീവിൻ്റെ ക്യാബിനിലേക്ക് ചെന്നു. ആ സമയത്താണ് ദേവൻ ഓഫീസിലേക്ക് വന്നത്. കൂടെ രവി ഉണ്ടായിരുന്നില്ല. ഗൗരിയെ അവളുടെ സീറ്റിൽ കാണാത്തതുകൊണ്ട് അവൻ ഒന്ന് അസ്വസ്ഥനായി. അവൻ്റെ ക്യാബിനിൽ ചെന്നിരുന്ന് ക്യാമറ വിഷ്വൽസ് നോക്കിയപ്പോൾ ഗൗരി രാജീവിൻ്റെ ക്യാബിനിലേക്ക് പോകുന്നത് കണ്ടു. അതിനുശേഷം അവൻ അവൻ്റെ വർക്ക് തുടങ്ങി. ഗൗരി രാജീവിൻ്റെ ക്യാബിനിലെത്തിയപ്പോൾ അവൻ്റെ മുഖം വല്ലാതിരിക്കുന്നത് കണ്ട് ചോദിച്ചു, എന്തുപറ്റി രാജീവേട്ടാ, മുഖം വല്ലാതിരിക്കുന്നല്ലോ? കോശി സാർ ഇല്ലാത്തതുകൊണ്ട് വർക്ക് ലോഡ് കൂടുതലാ. ഫീൽഡ് വർക്കും ഓഫീസ് വർക്കും കൂടെ വല്ലാതെ ബുദ്ധിമുട്ടാകുന്നുണ്ട്. സാറിന് റിപ്പോർട്ട് അയക്കുന്നതിപ്പോൾ വീട്ടിൽ ചെന്നിരുന്നാ. എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത് കൊണ്ടാവാം സാർ ഒന്നും പറയുന്നില്ല. എങ്ങനെയെങ്കിലും ഒരു റിപ്പോർട്ടുണ്ടാക്കി അയച്ചാലൊന്നും പറ്റില്ല. സാറിന് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയാ. റിപ്പോർട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഒറ്റ നോട്ടത്തിൽ സാറിനത് മനസ്സിലാകും. ഉടൻ തന്നെ വിളിക്കും. ശ്രദ്ധയില്ലാതെ ചെയ്തതിന് വഴക്കും കേൾക്കും. സൂക്ഷിച്ചും സമയമെടുത്തും വേണം ചെയ്ത് തീർക്കാൻ. അതുകൊണ്ടിപ്പോൾ രാത്രി നേരാവണ്ണം ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, രാജീവ് പറഞ്ഞു. ഇങ്ങോട്ട് വഴക്ക് പറയാൻ വന്നാൽ തിരിച്ചങ്ങോട്ടും പറയണം. ഒറ്റയ്ക്ക് എല്ലാം കൂടെ പറ്റില്ല, ഒരു അസിസ്റ്റന്റ് മാനേജർ വേണമെന്ന് പറഞ്ഞൂടെ? ഗൗരി ചോദിച്ചു. അത് കേട്ട അത്ഭുതത്തോടെ ഗൗരിയെ നോക്കി ചിരിച്ചുകൊണ്ട് രാജീവ് പറഞ്ഞു, സാറിന് തിരിച്ചു വഴക്ക് പറയേ? എങ്കിൽ പിന്നെ ജോലി നിർത്തി വീട്ടിൽ പോയി ഇരുന്നോളാൻ പറയും. വർക്ക് കൂടുതലാണ്, ഒരാളെ സഹായത്തിന് വേണമെന്ന് പറയുമ്പോഴേക്കും ജോലി നിർത്തിക്കൊള്ളാൻ പറയുകയാണെങ്കിൽ നിർത്തിപ്പോണം. ഈ നാട്ടിൽ വേറെയും കമ്പനികളുണ്ടല്ലോ. എവിടെയില്ലാത്ത ഓരോ നിയമങ്ങളും കൊണ്ട് കമ്പനി നടത്തുക, വർക്കേഴ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ. എഗ്രിമെൻ്റ് സൈൻ ചെയ്യണം, ലീവ് എടുക്കാൻ പാടില്ല. തിരിച്ചൊന്നും പറയാത്ത പാവങ്ങളോട് മാത്രമേ ഉള്ളൂ ഇതെല്ലാം. അഞ്ജലി മാഡവും നാൻസി മാഡവും ഇവിടെ എന്ത് വർക്കാ ചെയ്യുന്നത്? അവരുടെ വർക്ക് സമയത്തിന് തീർക്കാതെ പെൻഡിങ് വന്നാൽ ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും ചേർന്ന് ചെയ്യണം. അവർ ആത്മാർത്ഥതയോടെ ചെയ്തു തീർക്കുന്ന ആകെയുള്ള ഒരു പണി ഗോസിപ്പാ. എന്നാലും വർക്ക് തീർക്കാത്തതിന് സാർ അവരെ ഒന്നും പറയില്ലല്ലോ, ഗൗരി പറഞ്ഞു. നീ ഇവിടെ വന്ന് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂവെങ്കിലും എല്ലാവരെയും കുറിച്ച് നന്നായി പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ പറഞ്ഞ് സാറിൻ്റെ മുന്നിലേക്ക് ചെല്ലാൻ നിനക്ക് ധൈര്യമുണ്ടോ? രാജീവ് ചോദിച്ചു. എന്താ സംശയം? എനിക്കൊരവസരം കിട്ടിയാൽ ഞാൻ ചോദിക്കും. എനിക്ക് അയാളെ പേടിയൊന്നുമില്ല, ഗൗരി ഉറപ്പിച്ചു പറഞ്ഞു. ഗൗരിയുടെ ധൈര്യത്തോടെയുള്ള സംസാരം കേട്ട് അതിശയത്തോടെ ചിരിച്ചുകൊണ്ട് രാജീവ് പറഞ്ഞു, നീ ഇപ്പം ആരോടും ഒന്നും ചോദിക്കാൻ പോണ്ട. നിനക്ക് തന്ന ജോലി ചെയ്യുക, സാലറി വാങ്ങിക്കുക, അത്രയും ചെയ്താൽ മതി. ചോദിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഞാൻ പോലും അവരോടൊന്നും ചോദിക്കാത്തത് അവർക്ക് സാറിനോടുള്ള ഹോൾഡ് എന്താണെന്ന് അറിയാവുന്നതുകൊണ്ടാ. നീ പോയി നിന്റെ ജോലി ചെയ്യാൻ നോക്ക്. വാങ്ങിക്കുന്ന സാലറിക്കുള്ള ആത്മാർത്ഥത എനിക്ക് കമ്പനിയോടുണ്ട്.
അതുകൊണ്ട് എൻ്റെ ജോലി ഞാൻ കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട്. വാങ്ങിക്കുന്ന സാലറിക്ക് തീരെ കമ്പനിയോട് ആത്മാർത്ഥതയില്ലാത്ത രണ്ടെണ്ണം അവിടെ ഞാൻ എപ്പോൾ ഈ ക്യാബിനിൽ നിന്ന് പുറത്തു വരുമെന്ന് നോക്കി ഇരിക്കുന്നുണ്ടാവും. രാജീവേട്ടന് കമ്പനിയോട് കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചെന്ന് അവരോട് ജോലി ചെയ്യാൻ പറയൂ, ഗൗരി പറഞ്ഞു. ഇപ്പം നീ എൻ്റെ നേരെ തിരിഞ്ഞോ? അപ്പം നീ എനിക്ക് ആത്മാർത്ഥതയില്ലെന്നാണോ പറയുന്നത്? രാജീവ് ചോദിച്ചു. എന്നല്ല, രാജീവേട്ടൻ്റെ ഉത്തരവാദിത്ത പട്ടികയിൽ അതും കൂടി ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചതാ എന്ന് പറഞ്ഞ് ഗൗരി അവിടുന്ന് പോയി.